നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC പ്രിലിമിനറി എക്സാമിന് ജനറൽ നോളജ് സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻ ആണ്. ഇത് പാർട്ട് 5 ആണ്. പാർട്ട് 1 to 4 ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്നേരം ഈ പാർട്ട് 5 ഏതൊക്കെയാണ് ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആനമുടി കൊടുമുടിയുടെ ഉയരം എത്രയാണെന്നാണ് ചോദ്യം. 2695 മീറ്റർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഭാരത് രത്ന. ഇനി സെക്കൻഡ് ഹയസ്റ്റ് അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ പത്മ വിഭൂഷൺ. തേർഡ് ഹയസ്റ്റ് അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ പത്മഭൂഷൺ. ഫോർത്ത് ഹയസ്റ്റ് ആണ് പത്മശ്രീ. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വച്ചേക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി? ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം? 1961. അടുത്ത ചോദ്യം, കർഷകർക്കായി കേരള സർക്കാർ കൊണ്ടുവന്ന പെൻഷൻ പദ്ധതി? കിസാൻ അഭിമാൻ. അടുത്ത ചോദ്യം, ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഏപ്രിൽ 7. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് വന്നതെന്നാണ് ചോദ്യം. കോഴിക്കോട് ജില്ലയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ജില്ലയിലാണ് വന്നത് ആദ്യമായിട്ട്. അടുത്ത ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയ വർഷം? 2005. അടുത്ത ചോദ്യം, സാംഫാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? രാജസ്ഥാൻ. ഈ സാംഫാർ തടാകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകമാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ച് വെക്കുക. ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകമാണ് ഈ സാംഫാർ തടാകം. ഇത് നമ്മുടെ രാജസ്ഥാനിലാണുള്ളത്. അടുത്ത ചോദ്യം, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1975. അടുത്ത ചോദ്യം, അന്ത്യോദയ ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡിൻ്റെ ഏത് നിറമാണ് നൽകുന്നത്? ഈ അന്ത്യോദയ അന്ന യോജനയെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മുടെ BPL കാർഡുള്ള ആൾക്കാരെക്കാട്ടിലും താഴെ വരുന്ന ആൾക്കാരാണ് ഈ ഒരു സ്കീമിൽ വരുന്നത്. പുവറസ്റ്റ് ഓഫ് പുവർ ഫാമിലീസ് ആണ് ഈ അന്ത്യോദയ അന്ന യോജനയ്ക്കകത്ത് വരുന്നത്. ഇവരുടെ കാർഡിൻ്റെ കളറാണ് മഞ്ഞ. അതുപോലെ നമ്മുടെ BPL കാർഡ് ആണെന്നുണ്ടെങ്കിൽ പിങ്ക് കളറും, APL കാർഡ് ആണെങ്കിൽ നീല കളറും, അതുപോലെ നോൺ പ്രയോറിറ്റി ആണെങ്കിൽ വൈറ്റ് കളറുമാണ് അവർ റേഷൻ കാർഡിന്. അപ്പോൾ ഈ ഒരു കളർ പാറ്റേൺ ഒന്ന് പഠിച്ചു വച്ചേക്കുക. അടുത്ത ചോദ്യം, ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഡിസംബർ 2. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ് എന്നാണ് ചോദ്യം. അതായത് നാഷണൽ ഹൈവേ NH66. ഈ NH66ൻ്റെ പഴയ പേരാണ് NH17. ആ പേര് മാറ്റി ഇപ്പോൾ പുതിയ പേരാക്കിയതാണ് NH66. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നാഷണൽ ഹൈവേ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് NH966B. അടുത്ത ചോദ്യം, രാജ്യസഭയിൽ അംഗമാകാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം മിനിമം ഏജ് ആണ് ചോദിച്ചേക്കുന്നത്. 30 വയസ്സ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ? അന്ന മൽഹോത്ര. അടുത്ത ചോദ്യം, ഗിഫ്റ്റ് ഓഫ് പമ്പ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദ്യം. കുട്ടനാട്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പാലക്കാട് ജില്ലയിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഈ ഒരു തേക്കുമരം ഉള്ളത്. ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും വലിയ തേക്കുമരമാണിത്. ഈ ഒരു തേക്കുമരത്തിൻ്റെ പേരാണ് കന്നിമര തേക്ക്. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ആരംഭിച്ചത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? തെന്മല. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് ബ്രഹ്മഗിരി കുന്ന് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിൽ. അടുത്ത ചോദ്യം, പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി? ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ആരെയാണ്? അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമാണ് എം വിശ്വേശ്വരയ്യ. അടുത്ത ചോദ്യം, തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത്? കുമളി. അടുത്ത ചോദ്യം, ഇൻ്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്? ICICI ബാങ്ക്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ കായിക താരം? മൈക്കൽ ഫിലിപ്സ്. ടോട്ടൽ 28 മെഡലാണ് നേടിയിരിക്കുന്നത്. ഈ ഒരു കൗണ്ട് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം, ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ചാലക്കുടി റിവർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്? നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. 25. അടുത്ത ചോദ്യം, വിസ്തീർണം അനുസരിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്താണ്? എന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം എത്രാം സ്ഥാനത്താണ് ഉള്ളത് എന്നാണ്. 21. ഒന്നാം സ്ഥാനത്ത് ഉള്ള നമ്മുടെ രാജസ്ഥാനാണ്. അതുപോലെ തന്നെ ഏറ്റവും താഴെ നിൽക്കുന്നത് നമ്മുടെ ഗോവയാണ്. അപ്പോൾ നമ്മുടെ കേരളം നിൽക്കുന്നത് 21ാമത്തെ റാങ്കിലാണ്. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം. ജനീവ. 30ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത്? 1990. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 13 ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 5. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇനി പാർട്ട് 1 to 5 ആയിട്ടുള്ള ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതാകുമ്പോൾ പഠിക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.